എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ പ്രസാദ്. നമ്മുടെ പ്രോപ്രപ്പിന്റെ പുതിയൊരു റിവ്യൂ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം മാർച്ച് 28 2026 കഴിഞ്ഞ 288/2025 ആലപ്പുഴ HS ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിന്റെ റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒറ്റവാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പക്ക സ്റ്റാൻഡേർഡ് എക്സാം എന്ന് പറയേണ്ടിയിരിക്കും. കാരണം മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം പ്രോപ്പറായി നന്നായി പഠിച്ചവർക്ക് മാത്രം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കഴിഞ്ഞ UP ട്രിവാൻഡ്രത്തിന്റെ ഒക്കെ ഒരു എക്സാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. ആർക്കും ഈവൻ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പ്രിപ്പയർ ചെയ്യാത്തവർക്കും എല്ലാവർക്കും അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ ട്രിവാൻഡ്രം UP എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നടന്നിരിക്കുന്ന ആലപ്പുഴ HS എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ലെങ്ത് പോലും വളരെ കൂടുതലായിരുന്നു. പിന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു. അപ്പൊ ഈവൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കി എടുക്കണമെങ്കിൽ പോലും ഒരു 3-4 വട്ടം പ്രോപ്പർ ആയിട്ട് വായിച്ചാൽ മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിക്കായിരുന്നു ഇപ്രാവശ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പിന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് കൂടി നമുക്ക് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ഇവൻ എക്സാം എഴുതിയ പലരും പറഞ്ഞത് കണ്ണിക്കൂടിയൊക്കെ പുക പോയിന്നായിരുന്നു ഇവൻ പലരും പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഇപ്രാവശ്യം PSC ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുന്നവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആവറേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാമിൽ ആളുകൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 70 to 80 ആണ് ഓവറോൾ. പിന്നെ അത്യാവശ്യം ജനറൽ പോർഷനും കൂടി GK കൂടി നോക്കിയവർ ഏകദേശം ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നന്നായി പ്രിപ്പയർ ചെയ്തവർ അതും അറ്റൻഡ് ചെയ്യാനുണ്ട്. ഈവൻ GK പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് ട്രിവാൻഡ്രത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഇതും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്കിലും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ GKയും ഫിസിക്കൽ എഡ്യൂക്കേഷനും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തവർ ഏകദേശം ഒരു 80 to 90യും അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 80 വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആളുകൾ അറ്റംപ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്സ് നമ്മുടെ ഒരു അനാലിസിസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 60 to 65 മാർക്സ് ആണ്. അതും കംപ്ലീറ്റ്ലി എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പൊ നിലവിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് HS വളരെ കുറഞ്ഞ വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ എത്ര പേരുടെ കട്ട് ഓഫ് ഇടുന്നതനുസരിച്ച് ഈ മാർക്കിൽ ചിലപ്പോൾ കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. ആളുകളുടെ ലിസ്റ്റ് വലുതാണെങ്കിൽ കട്ട് ഓഫ് കുറച്ചും കൂടി താഴേക്ക് വരും. അതല്ല ആളുകളുടെ ലിസ്റ്റ് വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിൽ ഈവൻ കട്ട് ഓഫ് വീണ്ടും കൂടാനുള്ള സാധ്യത. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അനാലിസിസിലുള്ള ഒരു അപ്രോക്സിമേറ്റ് എക്സ്പെക്ടഡ് കട്ട് ഓഫ്. ഇപ്പൊ ആൻസർ കീ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി എക്സാക്ട് ആയിട്ടുള്ളത് നമ്മൾ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം ഈവൻ അവരും കട്ട് ഓഫ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. ഇനിയിപ്പോ വീണ്ടും അടുത്ത എക്സാംസ് വരുന്നുണ്ട്. ആ ഒരു എക്സാംസ് നമ്മൾ ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിവാൻഡ്രം, ആലപ്പുഴ, അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു എക്സാംസ് ഏകദേശം ഒക്ടോബറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതുവരെ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം PSCന്റെ കട്ട് ഓഫ് കൂടി വരികയാണ്. ഈവൻ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കൂടുന്നു. കോമ്പറ്റീഷൻ നല്ല രീതിക്ക് കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 6 to 8 ഇയേഴ്സ് ഒക്കെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 to 35 ഒക്കെ കട്ട് ഓഫ് നിന്നിരുന്നതാണ് ഇപ്പോൾ ഒരു 55 to 65 ഈ ഒരു ലെവലിലോട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ പ്രോപ്പർപ്പിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.